ജോസഫ്, ഇപ്പോൾ പൊതുസമൂഹത്തിനും ആശങ്കയുണ്ടാക്കുന്ന രണ്ട് കാര്യങ്ങൾ അടുത്തടുത്ത് സംഭവിച്ചിരിക്കുകയാണ്. ഒന്ന് എന്ന് പറയുന്നത് നടിയെ ആക്രമിച്ച കേസുമായിട്ട് നേരിട്ട് ബന്ധമുള്ള ഒരു പ്രധാനപ്പെട്ട തെളിവായ മെമ്മറി കാർഡിന്റെ ഇഷ്യൂ ആണ്. മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയിട്ടുണ്ട്, വോളിയം ഹാഷ് വാല്യൂ മാറിയിട്ടുണ്ട് എന്ന് അന്വേഷണത്തിൽ തെളിഞ്ഞ കാര്യമാണ്. ഫോറൻസിക് റിപ്പോർട്ട് ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, ഹൈക്കോടതിയുടെ വിധിയിലും അത് എടുത്തു പറയുന്നുണ്ട്. ജുഡീഷ്യറിയുടെ നേരിട്ടുള്ള അന്വേഷണത്തിൽ പോലും അത് ശരിയാണെന്ന് കണ്ടെത്തിയിട്ടുള്ളതും ആണ്. പക്ഷേ അവിടെയും ആരൊക്കെയാണ് ഇത് തുറന്ന് നോക്കിയത്, മെമ്മറി കാർഡ് ആക്സസ് ചെയ്തത് എന്ന കാര്യം അറിയാമായിരുന്നിട്ട് കൂടി അവർക്കെതിരെ നടപടിയില്ല. അത് കോടതിയിലെ ജീവനക്കാരായിരുന്നു. കോടതിയുടെ നേരിട്ടുള്ള കൈവശം ഈ മെമ്മറി കാർഡ് ഉള്ള സമയത്താണ് ഇത് സംഭവിച്ചത്. ഇതൊക്കെ ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യേണ്ടി വന്നു? അതിജീവിതയ്ക്ക് നേരിട്ട് രാഷ്ട്രപതിക്ക് കത്ത് നൽകേണ്ടി വന്നു. അതുകൊണ്ട് പ്രയോജനമൊന്നും ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. എങ്കിൽ കൂടി അത് പൊതുസമൂഹം അറിയട്ടെ എന്ന വിശ്വാസത്തിലാണ്. തൊട്ട് പിന്നാലെ അതിജീവിത വിചാരണ കോടതിയെ അന്തിമവാദം നടക്കുന്ന സമയത്ത് സമീപിക്കുന്നു. അതായത് ഇത് തുറന്ന കോടതിയിൽ വാദം നടക്കട്ടെ എന്ന്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് വളരെയധികം ആശങ്കയുണ്ടാക്കുന്ന കാര്യങ്ങളാണല്ലോ. അതുകൊണ്ട് അവർക്ക് തന്നെ ബോധ്യമില്ല ഇതിൽ നീതി കിട്ടുമെന്ന്. അതിജീവിതയ്ക്ക് ബോധ്യമില്ല. അതെന്തുകൊണ്ട് ബോധ്യമില്ല? ഈ കോടതിയുടെ നടപടികൾ കാരണം ബോധ്യമാകുന്നില്ല. ഇതല്ലേ പുറത്തു വരുന്ന സന്ദേശം. അതിന് മറ്റൊരു വ്യാഖ്യാനം കൊടുക്കുമ്പോൾ ഈ കേസ് നീട്ടിക്കൊണ്ടു പോകുവാനുള്ള ഒരു തന്ത്രം എന്ന രീതിയിലും പറയുന്നുണ്ട് എതിർപക്ഷം. നമ്മുടെ അതിജീവിതയുടെ മൊഴി രേഖപ്പെടുത്തുന്ന സമയത്ത് ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് വേണം. കാരണം അത് വെളിയിൽ ആരും കേൾക്കേണ്ട, അവർക്ക് അനുഭവിച്ച തിക്ത അനുഭവങ്ങൾ അത് തുറന്നവർ പറയുകയാണ് കോടതിയിൽ. അതുകൊണ്ട് ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് അവരുടെ മൊഴിയുടെ കാര്യത്തിൽ മാത്രം മതിയായിരുന്നു. പിന്നീട് തുടർച്ചയായിട്ട് ആ കോടതിയുടെ നടപടിയിൽ പത്രത്തിലൊക്കെ വരുന്നെന്ന് കണ്ടപ്പോൾ ആണ് കോടതി അത് ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് ആക്കി മാറ്റിയത്. പക്ഷേ ഇപ്പം തെളിവുകൾ, സാക്ഷികളുടെ മൊഴികളെല്ലാം കോടതി രേഖപ്പെടുത്തി കഴിഞ്ഞു. ഇനിയിപ്പം വാദങ്ങളാണ്. വാദിഭാഗവും പ്രതിഭാഗവും അവരുടെ വാദമുഖങ്ങൾ കോടതിയിൽ ഉയർത്തുന്നത്. അത് ആ ഓരോ തെളിവുകൾ കോടതിയിൽ പ്രോസിക്യൂഷൻ സമർപ്പിച്ചതിനെ അടിസ്ഥാനമാക്കി പ്രോസിക്യൂഷൻ്റെ വാദഗതികൾ വരും. കൗണ്ടർ തീർച്ചയായിട്ടും ദിലീപിൻ്റെയും മറ്റ് 8-10 അഡ്വക്കേറ്റ്സിൻ്റെ അവരുടെ വാദഗതികൾ ഇപ്പം വരും. ഇപ്പോഴേ ഈ അതിജീവിതയ്ക്കൊരു വിശ്വാസക്കുറവ്, ആ വിശ്വാസക്കുറവ് വരാൻ കാരണം കോടതിയിൽ ഇരുന്ന തൊണ്ടിവക സാധനങ്ങൾ അത് 3 കോടതിയിലും ആരോ അത് കണ്ടിരിക്കുന്നു. അതിൻ്റെ ആഷ് വാല്യൂവിന് വ്യത്യാസം വന്നോ എന്തോ ആയിക്കോട്ടെ, അതവിടെ നിൽക്കട്ടെ. പക്ഷേ അങ്കമാലി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിൽ വെച്ച് അവിടുത്തെ മജിസ്ട്രേറ്റ് തന്നെ അത് കണ്ടിരിക്കുന്നു. അതുപോലെ പ്രിൻസിപ്പൽ ജില്ലാ ജഡ്ജിയിൽ അവിടെ വന്നപ്പോഴും ഈ തൊണ്ടി സാധനങ്ങൾ കണ്ടിരിക്കുന്നു. അതുപോലെ അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയിൽ വന്നപ്പോഴും 3 സ്ഥലത്തും 3 കോടതിയിലും തൊണ്ടി സാധനങ്ങൾ ആരോ ആക്കി ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. അതിനകത്ത് ആഷ് വാല്യൂ മാറിയോ മറിച്ച് അതൊക്കെയുള്ള കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. ഒരു തൊണ്ടി മുതൽ കോടതിയിലിരിക്കുന്നത് ആ ജഡ്ജ് അറിയാതെ അല്ല ജഡ്ജ് അല്ലാതെ വേറൊരാൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. ഇന്ത്യയിലെങ്ങ് അത് നടക്കില്ല. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ കൃത്യമായി ആ കോടതി തന്നെ അതിനൊരു അന്വേഷണം നടത്തണം. ഇൻറ്റേർണൽ അന്വേഷണം ആയാലും മതിയായിരുന്നു, കോടതി നടത്തി അത് കണ്ടുപിടിച്ചാൽ മതിയായിരുന്നു. അത് ഈ കാര്യത്തിൽ ചെയ്തില്ല. അപ്പോൾ ആ മാറ്റർ ഹൈക്കോടതിയിലോട്ട് പോയി. ഹൈക്കോടതി അതിന് ഒരു അന്വേഷണം വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു അന്വേഷണം നടത്തിയതായിട്ടാണ് മനസ്സിലാകുന്നത്. പക്ഷേ ഒരു ക്രിമിനൽ ഒഫൻസാണ് അത് എന്നാണ് എന്നെപ്പറ്റിയുള്ള ആൾക്കാർ അത് കരുതിയത്. പക്ഷെ ഒരു ക്രിമിനൽ കേസ് എടുക്കണമായി. അത് ആവിയായി പോയി ശ്രീ ജോർജ് ജോസഫ്. അതാണ് ഞാൻ ആശങ്ക എന്ന് പറയുന്നത്. കാരണം 1 വർഷം മുൻപ് ഹൈക്കോടതി ഉത്തരവിട്ടതാണ്. ഇതിൽ ഈ വിചാരണ കോടതിക്ക് തന്നെയായിരുന്നല്ലോ അതിന്റെ അന്വേഷണ ചുമതല നൽകിയത്. ഇപ്പോൾ വാദം കേൾക്കുന്ന അതേ ജഡ്ജിക്ക് തന്നെയായിരുന്നു അന്വേഷണ ചുമതല. ആ റിപ്പോർട്ട് വന്നതായിട്ട് നമ്മളൊക്കെ അറിഞ്ഞിരുന്നു. പക്ഷേ പിന്നീട് അതിൽ നടപടിയെടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അതിജീവിതയ്ക്ക് തന്നെ കോടതിയെ സമീപിക്കേണ്ടി വന്നു. പക്ഷേ കോടതിയിൽ നിന്ന് അനുകൂലമായ ഉത്തരവ് കിട്ടിയുമില്ല. അതായത് ഇത് ആക്സസ് ചെയ്തു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് എല്ലാവരും അംഗീകരിച്ചതാണ്. ഫോറൻസിക് റിപ്പോർട്ടും അങ്ങനെ തന്നെയാണ്. പിന്നെയുള്ളത് ഈ ഹാഷ് വാല്യൂ മാറിയേ ഉള്ളൂ, അതല്ലാതെ ഇത് ആരും കണ്ടിട്ടില്ല, ഇത് പ്രചരിപ്പിച്ചിട്ടില്ല, കോപ്പി ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുന്നത് അടുത്ത ഘട്ടമാണ്. പക്ഷേ ഇത് താങ്കൾ പറഞ്ഞതുപോലെ കോടതിയുടെ പക്കലിരിക്കുന്ന ഒരു തൊണ്ടി മുതൽ അത് അനധികൃതമായി കണ്ടു എന്നല്ല, തുറന്ന് പരിശോധിച്ചു, അല്ലെങ്കിൽ അത് ആക്സസ് ചെയ്തു, ആ വാക്ക് ഉപയോഗിക്കാമല്ലോ. അങ്ങനെ ഉണ്ടായിട്ട് പോലും ഒരു നടപടിയും
എടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ, അതൊരു ക്രിമിനൽ ഒഫൻസായിട്ട് കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ പിന്നെ എന്ത് വിചാരണ എന്ന് സംശയിക്കില്ലേ സ്വാഭാവികമായിട്ടും അതിജീവിത? അതുകൊണ്ട് തന്നെ അവരോടൊപ്പമല്ലേ ഇവിടെ നിൽക്കേണ്ടത്? തീർച്ചയായിട്ടും അങ്ങനെ തന്നെ വേണമായിരുന്നു. പക്ഷേ എന്തുകൊണ്ട് കോടതി അത് നടത്തിയില്ല എനിക്ക് മനസ്സിലാകുന്നില്ല. സാധാരണഗതിയിൽ ഒരു തൊണ്ടി സാധനത്തിന് ഹാഷ് വാല്യൂ മാറുകയോ മാറാതിരിക്കുകയോ ചെയ്യട്ടെ, അത് വേറൊരാൾ കൈവച്ചു, കോടതി അറിയാതെ ഒരാൾ കൈവച്ചിട്ടുണ്ടെങ്കിൽ അത് ലാപ്ടോപ്പിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട്, സൈബർ എക്സ്പെർട്ട് അത് പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഹാഷ് വാല്യൂ മാറുകയോ ഇല്ലയോ എന്നുള്ള പ്രസക്തിയല്ല. കോടതിയിരിക്കുന്ന സാധനം കൈവച്ചാൽ അത് വേറെ ആൾ, മൂന്നാമതൊരാൾ അത് നോക്കിയാൽ, അത് കണ്ടാൽ ആ ദൃശ്യങ്ങൾ മുഴുവൻ പകർത്തിയോ ഇല്ലയോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അതും അതിനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ കോടതി തീർച്ചയായിട്ടും നടപടി എടുക്കണമായിരുന്നു. പക്ഷേ ഇതുവരെ എടുത്തിട്ടില്ല. അത് ഈ കേസുമായിട്ട് വളരെയധികം കണക്ട് ചെയ്തൊരു സാധനം. ഈ കേസിൻ്റെ യഥാർത്ഥ തൊണ്ടിയാണത്. എന്ന് പറഞ്ഞാൽ ഒഫൻസ് നടന്നോ ഇല്ലയോ എന്ന് അതിജീവിതയെ പീഡിപ്പിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇതിനകത്ത് ഉണ്ടായിരുന്നത്. ആ ദൃശ്യങ്ങൾ മാറ്റപ്പെടുകയോ അത് വ്യത്യാസം വരുത്തുമെന്നുള്ളതല്ല പ്രശ്നം. ആ ദൃശ്യങ്ങൾ കോടതി അല്ലാതെ അത് വേറൊരാൾ കണ്ടിരിക്കുന്നു. ഈ കോടതി കേസുമായിട്ട് ബന്ധമില്ലാത്ത പല ആൾക്കാർ അത് കണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അതിനൊരു നടപടി വേണമായിരുന്നു. അതിനൊന്നായിരുന്നു നമ്മളൊക്കെ പ്രതീക്ഷിച്ചത്. പക്ഷേ ഇന്ന് വരെ നടന്നിട്ടില്ല. പക്ഷേ അതൊരു സെപ്പറേറ്റ് കേസായിട്ട് എടുത്ത് അങ്ങനെ പോയാലും വേണ്ടില്ല. പക്ഷേ ഇവിടെ കാതലായൊരു പ്രശ്നമുണ്ട്. ഇവിടെ ഒരു ഒഫൻസ് നടന്നോ ഇല്ലയോ എന്ന് ദിലീപ് ഉൾപ്പെടെയുള്ളവരുടെ പേരിൽ ആരോപിക്കപ്പെട്ടിരിക്കുന്ന കുറ്റം അതിൻ്റെ ലൈവായിട്ടുള്ള ഈ ഒരു സാധനം തന്നെയാണ്. അതിനെന്തെങ്കിലും മാറ്റം വരികയോ അതിനെന്തെങ്കിലും വ്യത്യാസം വരികയോ ചെയ്തു കഴിഞ്ഞാൽ കേസ് നിലനിൽക്കില്ല. കാരണം ഷൂട്ട് ചെയ്യുന്നത് എന്തിനാണ്? ആ മോശമായ രീതിയിൽ ആ സെക്ഷൽ അസോൾട്ട് അത് ചിത്രീകരിച്ച് ആ കോപ്പി എടുത്തുകൊണ്ട് ആ പൾസർ സുനി അവിടെ നിന്ന് പോയി. അതിനുശേഷം എറണാകുളത്ത് ഒരു വീടിൻ്റെ മതിൽ ചാടി അകത്ത് കയറി കിടന്നിട്ടാണ്, അകത്ത് കയറിയിട്ട് എങ്ങോട്ട് പോയെന്ന് കണ്ടില്ല. ഒരു പെട്ടി ഓട്ടോയിൽ വന്ന് മതിൽ ചാടി പോയി. അതൊരു അഡ്വക്കേറ്റിൻ്റെ വീടാണെന്ന് പറയുന്നു. അങ്ങോട്ട് പോയ ശേഷമാണ് പിന്നീട് അയാൾ ഡിസപ്പിയർ ചെയ്യുന്നത്. അപ്പോൾ അന്വേഷണത്തിൻ്റെ അകത്ത് ചില കാര്യങ്ങൾ ഇതുകൂടെയൊക്കെ ഇതുവരെ അതിൻ്റെ ഒരു എവിഡൻസ് കണ്ടെത്താൻ പറ്റിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. എങ്കിലും ദുരൂഹമായ പല കാര്യങ്ങളും ഇനിയും ഇതിനകത്ത് തെളിയാനുണ്ട്. ഏതായാലും ഇതുവരെ പോലീസ് എടുത്തിരിക്കുന്ന തെളിവുകൾ കോടതിയിൽ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നു. അത് ഇനി ന്യായം കിട്ടില്ല എന്ന് അതിജീവിതയ്ക്ക് തോന്നിയിരിക്കാം. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു എന്തൊക്കെയാണ് ഇതുവരെ കോടതിയിൽ നടന്നത് എന്ന കാര്യം പൊതുസമൂഹത്തിന് അറിയില്ല. ഇപ്പോൾ എന്താണ് ഈ അന്തിമവാദത്തിൽ കോടതി പറയുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ പ്രതിഭാഗം എന്തൊക്കെയാണ് പറയുന്നത്, ഇതും പൊതുസമൂഹം അറിയട്ടെ എന്ന് അതിജീവിത പറയുമ്പോൾ ഒരു കാര്യം കൂടിയുണ്ട്. എന്റെ സ്വകാര്യത ഇവിടെ ഞാൻ വിഷയമാക്കുന്നില്ല, നീതിയാണ് വേണ്ടത് എന്ന കാര്യം അവർ അടിയുറച്ച് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു നീക്കം അവർ നടത്തുന്നത്. പിന്നെ ഒരു കാര്യം, ഇവിടെ രാഹുൽ ഈശ്വർ പറഞ്ഞ കാര്യം, ശ്രീ ജോർജ് ജോസഫ്, അവിടെ ആ മെമ്മറി കാർഡ് പരിശോധിക്കുകയൊന്നുമല്ല ഉണ്ടായത്. നമുക്ക് ഈ ആക്സസ് എന്നുള്ള വാക്കായിരിക്കും കൂടുതൽ നല്ലത്. കാരണം അതൊരു വേറൊരു ഡിവൈസിൽ ഇട്ട് നോക്കി, അത് പരിശോധിക്കുകയല്ല, അത് കാണുകയല്ല ചെയ്തത്. ഈ മെമ്മറി കാർഡ് തന്നെയാണോ ആ മെമ്മറി കാർഡ് എന്ന് അറിയുന്നതിന് വേണ്ടിയുള്ള, അതും പരിശോധന എന്ന് പറയുന്നില്ല, അവിടെ ഒരു ആക്സസ് ചെയ്ത് നോക്കി എന്നാണ് രാഹുൽ പറയുന്നത്. അതിനോട് താങ്കൾ യോജിക്കുന്നുണ്ടോ? ഇല്ല, അതിനകത്ത് വേറൊരു എവിഡൻസ് വന്നിട്ടുണ്ട്. ആ സംവിധായകൻ ഇതിനകത്തുനിന്ന് ചോർത്ത ഈ ദൃശ്യം, ആ ദൃശ്യം ഇതിനകത്ത് ചോർത്തിയ ദൃശ്യം ദിലീപിൻ്റെ വീട്ടിലെ സ്ക്രീനിലിട്ട് കണ്ട സമയത്ത് നമ്മുടെ സംവിധായകനും അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എവിഡൻസ് വന്നിരിക്കുന്നത്.